നമസ്കാരം. പുക്കാട്ടുപടി റെസിഡൻസ് അസോസിയേഷൻ വായനാ സദസ്സ് സംഘടിപ്പിച്ചു. എൽദോ ജേക്കബിന്റെ വസതിയിൽ ചേർന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ജോബി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി MV സൂരജ് സ്വാഗത പ്രസംഗം നടത്തി. മൈൻഡ് പവർ ട്രെയിനർ ശ്രീ റോഷിൻ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. TC ശിവശങ്കർ, ശ്രീ മാമു, ശ്രീ പൗലോസ്, ശ്രീ മുരളി എന്നിവർ സംസാരിച്ചു. എഴുതി വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെ എടുത്ത് വായിച്ചതിന് ശേഷം പിന്നെ ആ വ്യക്തിയോട് ഫോൺ ചെയ്ത് പറയേണ്ടത് എന്താണെന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങൾ തലേ ദിവസം എഴുതിയതിൻ്റെ ഒരു ടോണും ഒരു ലാംഗ്വേജും നിങ്ങൾ നാളെ യൂസ് ചെയ്യത്തില്ല. അതിന് ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് നിങ്ങൾക്ക് വായനാശീലമുണ്ടെങ്കിൽ. കാരണം വായനയിലൂടെ നിങ്ങൾക്ക് അറിവ് സമ്പാദിക്കാം, വായനയിലൂടെ നിങ്ങളുടെ ചിന്താഗതികളെ മാറ്റിയെടുക്കാം, വായനയിലൂടെ നിങ്ങളുടെ ടോക്കിംഗ് സ്റ്റൈൽ മാറ്റിയെടുക്കാം, വായനയിലൂടെ നിങ്ങളുടെ കുടുംബത്തെ ഒന്നിച്ച് ചേർത്ത് അണച്ചു പിടിക്കുവാൻ സാധിക്കും. വായനയിൽ കിട്ടുന്ന അറിവിലൂടെ നിങ്ങൾക്ക് മറ്റുള്ള സമൂഹത്തെ ഉൾക്കൊള്ളാൻ സാധിക്കും. അങ്ങനെ അത് ജീവിതത്തിനിടയാവട്ടെ. ഞാൻ എവിടെ ചെന്നാലും, ഇപ്രാവശ്യം ഞാനൊരു യാത്രയിലായിരുന്നു. ഞാൻ തിരിച്ചു വരുമ്പം ഒരു 12 മണിക്കൂർ ഫ്ലൈറ്റ് ഞാൻ നാടിന് സമ്മാനിച്ച മുത്താണ് ശ്രീ PN പണിക്കർ. അദ്ദേഹം സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ച സമയത്താണ് കേരള ഗവൺമെൻറ്റിനെ കൊണ്ട് മുൻകൈയെടുത്ത് കേരള ഗ്രന്ഥശാല സംഘം രൂപീകരിക്കാൻ താല്പര്യം കാണിച്ചത്. അദ്ദേഹം സെക്രട്ടറിയായി രൂപപ്പെട്ട കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സെക്രട്ടറിയായി ഏറെ നാൾ ഇരിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യവും കിട്ടിയിരുന്നു. ആ ബഹുമാനങ്ങളിലും ഇങ്ങനെ വായനാ സദസ്സ്, വായനയുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുക എന്നുള്ളത് കഴിഞ്ഞ വർഷത്തെ പരിപാടി വലിയ ഒരു വിജയമായിരുന്നു. അതിൻ്റെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വർഷവും 10 റോഡുകളിലും ഇങ്ങനെ ഒരു പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ജൂൺ 19 വായനാ ദിനത്തോട് അനുബന്ധിച്ച് നമ്മുടെ എല്ലാ റോഡുകളിലും റെസിഡൻസ് അസോസിയേഷൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ റോഡുകളിലും വായനാ സദസ്സ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വായനശാല റോഡിൽ നമ്മളിപ്പോൾ ഒത്തുചേർന്നിരിക്കുകയാണ് വായനാ സദസ്സിന് വേണ്ടി. അപ്പോൾ അതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നവരെ സ്വാഗതം. ഒരു LP സ്കൂൾ അധ്യാപകനായിട്ടുള്ള അദ്ദേഹം നമ്മളെ രാഷ്ട്രീയമായി, സാമൂഹികമായി, സാമ്പത്തികമായി, സാംസ്കാരികപരമായി മാറ്റത്തിന് വിധേയനാക്കിയ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. അതാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം. ഇന്ന് ഈ ഗ്രന്ഥശാല പ്രസ്ഥാനം ഇത്രയേറെ വളർന്ന് പന്തലിച്ചപ്പോൾ അതിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളെല്ലാവരും പലതും മറന്നുകൊണ്ട് പോകുന്നു എന്ന വിനയപുരസരമായ ഓർമ്മപ്പെടുത്തൽ എനിക്കുണ്ട്. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ടൈംസിനൊപ്പം സത്യൻ, ചെങ്ങനാട്. മഴക്കാലമാണ്. മഴയ്ക്കൊപ്പം രോഗങ്ങളും വന്നു തുടങ്ങിയല്ലേ. മെഡിക്കൽ ടെസ്റ്റിന് ഇനി പോക്കറ്റ് കാലിയാകും എന്ന പേടിയെ വേണ്ട. മെഡിടെക് ഡയഗ്നോസ്റ്റിക് സെന്റർ